ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാറിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നു. സൈക്കോ തെറാപ്പി, കൗൺസിലിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ സംസാരം എന്നത് വളരെ പ്രധാനമാണ്. ആശയവിനിമയം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആശയവിനിമയം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ആശയത്തെ, നമ്മളുടെ ഒരു ഐഡിയയെ, നമ്മളുടെ ഒരു അഭിപ്രായത്തെ മനോഹരമായി നമുക്ക് സമൂഹത്തിലേക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അതിന് ചെറുപ്പം മുതലേ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകളിലേക്ക് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വ്യത്യസ്ത വെബിനാറുകൾ, നമ്മൾ സൗജന്യ വെബിനാറുകൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലി, അതേപോലെ തന്നെ ഇൻ ബിസിനസ്, എസ്പെഷ്യലി ഇൻ സെയിൽസ്, അതേപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ നമ്മൾ വെബിനാറുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ചിൽഡ്രൻ എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ജാസ്മിൻ മാമാണ്. ജാസ്മിൻ മാം ട്രിവാൻഡ്രം സ്വദേശിയാണ്. നിലവിൽ വിംബിൾ അക്കാദമിയിൽ കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്നുള്ള ഒരു പ്രോഗ്രാം ജാസ്മിൻ മാമിന്റെ നേതൃത്വത്തിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാസ്മിൻ മാമിനെ വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ജാസ്മിൻ മാം പ്ലീസ്. Thank you, sir. Thank you very much. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സുഖമല്ലേ? പുതുതായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് പരിചയപ്പെട്ട് പോവാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം, കേൾക്കാം. ഓക്കെ, താങ്ക് യു ഐഷ ബി. താങ്ക് യു വെരി മച്ച്. അപ്പോ നിങ്ങൾക്കൊക്കെ ടീനേജുകാരായ കുട്ടികളാണോ അതോ കൊച്ചു കുട്ടികളാണോ? ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റ് തന്നെ എങ്ങനെയാണ് നന്നായിട്ട് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ പോസ്റ്റർ കണ്ടു കാണും അല്ലേ? അപ്പൊ നിങ്ങളുടെയൊക്കെ കുട്ടികൾ കൊച്ചുമക്കളാണോ? കുട്ടികള് വലിയ കുട്ടികളാണോ? ടീനേജുകാരാണോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോഴാണ് അതിന് കുറച്ച് സുഖം വരിക. 21/2 നേടിയിരിക്കുന്നത്, അതായത് 2.5 വയസ്സ്. 2.5 അങ്ങനെയാണോ? ഓക്കെ. 2.5 വയസ്സുള്ളൂ, കൊച്ചുകുട്ടിയാണ്. ഓക്കെ, അപ്പൊ ഒരാളെ ഉള്ളൂ? ഒരു കുട്ടിയുള്ളോ? ബാക്കിയുള്ള 10നും 24നും ഇടയിലുള്ള മക്കളുണ്ട്. ഓക്കെ. 10 വയസ്സിന് 24. നമ്മള് ഫസ്റ്റ് ഞാൻ കൊച്ചു കുട്ടികളെ, ഈ തീരെ കുഞ്ഞു മക്കളോട് എങ്ങനെ നമുക്ക് സംസാരിക്കണം എന്നുള്ളത് നോക്കാം. അതായത് 14 വയസ്സുണ്ട്. ഓക്കെ. കുഞ്ഞു മക്കള്, അതായത് തീരെ കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കൈക്കുഞ്ഞുങ്ങൾ, അവരോട് പോലും നമ്മൾ സംസാരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുക അവര് സംസാരിക്കാറായില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവരോട് പോലും നമ്മൾ അവരെ സംസാരിക്കുന്ന സമയത്ത് അവരെ ടച്ച് ചെയ്തുകൊണ്ട്, അതായത് അവരുടെ കൈ വെള്ളയിൽ ഇങ്ങനെ തടവുക, കാലിന്റെ വെള്ളയിൽ ഇങ്ങനെ തടവുക, എന്നിട്ട് അവരോട് നമുക്ക് കുശലം ചോദിക്കാം, അവരെ കളിപ്പിക്കാം, അവരുടെ ഭാഷയിലൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ അവർക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കും. അതാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ചിരിയായിരിക്കും, ഒന്നുകിൽ കരച്ചിലായിരിക്കും. ഈ രണ്ട് ഒരു വികാരം മാത്രമേ ആ കുട്ടിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ
ആ ഒരു കരച്ചിലും ചിരിയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് അമ്മമാർക്ക് അത് മനസ്സിലാവും അല്ലേ? കുട്ടികൾ വിശക്കുമ്പോൾ കരയുന്നു. അപ്പൊ കുട്ടിയുടെ വിശപ്പിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കുട്ടിയുടെ ഉറക്കിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുട്ടികളെ നമ്മൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക, അവരുടെ കൈവെള്ളയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ തടവിക്കൊണ്ട് സംസാരിക്കുക, അവരുടെ കാൽവെള്ളയിൽ തടവിക്കൊണ്ട് സംസാരിക്കുക, അത് ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. അത് ആ കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം കൂടുതൽ നിലനിർത്താൻ അത് ആ ഒരു പ്രായത്തിൽ നമുക്ക് നല്ലതാണ്. പിന്നെ കുറെ കൂടി വളർന്ന കുട്ടികൾ, ഒരുവിധം നഴ്സറി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ കളിക്കുന്ന ആ പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരുപാട് നിർദ്ദേശങ്ങൾ അവരെ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല അവരെ ഭയപ്പെടുത്താനും പാടില്ല. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. പകരം അവര് കളിക്കുന്ന സമയത്ത് ഇപ്പൊ അവരെന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവര് നമുക്ക് പ്രശംസിക്കാം. അവിടെ നമുക്ക് പറയാം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു പടം വരച്ചോണ്ട് വരികയാണ്, അത് അത്ര നല്ല പടമൊന്നും അല്ല, അവനെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ അവിടെ അവനെ പ്രശംസിക്കുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികള്, കൊച്ചു കുട്ടികൾ, അവർക്കൊന്നും അറിയില്ല. ഇപ്പൊ എന്റെ പുറത്ത് ചെമരില് ഈ ചുടുകട്ട പൊട്ടിച്ചത് വെച്ച് ശരിക്കും വരച്ചിട്ടുണ്ട്, പടങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും പാരന്റ് അവിടെ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ചുമരിലൊക്കെ വരയ്ക്കുന്ന കുട്ടികളെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്തായിരിക്കും ഒരു ഉമ്മ എന്ന നിലയിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഉപ്പ എന്ന നിലയിൽ അത് കാണുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മളൊരു പേപ്പർ കൊടുത്ത് പേപ്പറിൽ വരക്കാൻ വേണ്ടി പറയും. പേപ്പറിൽ വരയ്ക്കാനുള്ള ആ ഒരു പ്രായം ആയിട്ടില്ല, അവന് വരയ്ക്കാനും അറിയില്ല. അവൻ വെറുതെ ഇങ്ങനെ വരച്ച് 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 ഇങ്ങനെ പോവുകയാണ്. അപ്പോ നമ്മള് പേപ്പറിൽ വരയ്ക്കാൻ കൊടുക്കുക, ഓക്കെ, അത് കൊടുക്കുക, പേപ്പറിലാണ് വരയ്ക്കേണ്ടത്, ചുമര് വരച്ച് വൃത്തികേടാക്കേണ്ടത്, നല്ലൊരു സന്ദേശം നമുക്ക് അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, പല പാരന്റും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആ വഴക്ക് പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാവും, അത് ആ മുളയിലേ സ്റ്റോപ്പ് ആവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു പലകയോ ബോർഡോ ഒക്കെ കൊടുത്തിട്ട് ചുമരിൽ വരയ്ക്കേണ്ട, പകരം ഇതിൽ വരച്ചോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പടങ്ങൾ നമ്മൾ തന്നെ വരച്ച് കാണിച്ചു കൊടുക്കുക. തെങ്ങ്, ഓല, മരങ്ങള്, ഫ്രൂട്ട്സ്, എന്തെങ്കിലും നമ്മളിവിടെ കഴിയുന്ന പോലത്തെ പടങ്ങൾ അവർക്ക് വരച്ചിട്ട് അവർക്ക് അത് വിവരിച്ചു കൊടുക്കുക. അപ്പൊ അവര് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അത് അവർക്ക് എൻകറേജ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും അവിടെ നിന്ന് തന്നെ, ആ ചെറുതിലെ തന്നെ. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ചില കുട്ടികള് ഉമ്മമാരെയൊക്കെ അനുകരിക്കും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. തുണി കഴുകുക, അതുപോലെ പാത്രങ്ങൾ വാഷ് ചെയ്യുക. പാത്രങ്ങൾ വാഷ് ചെയ്യുക, അവർക്ക് ഈ സിങ്കിലേക്ക് അവർക്ക് കൈ എത്തില്ലെങ്കിൽ അവര് ഇത് മേശയൊക്കെ എടുത്തിട്ട് അവര് ചെയ്യും. അപ്പൊ അവിടെ ആ കുട്ടിയുടെ ഇന്റൻഷൻ എന്താന്ന് വെച്ചാല് ഉമ്മാനെ സഹായിക്കണം, അല്ലേ? ഒരു കൊച്ചുകുട്ടിയായിരിക്കും, പക്ഷെ ഉമ്മാനെ സഹായിക്കണം, ഉമ്മ ഒരുപാട് ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളൊരു മൈൻഡോട് കൂടി, ഇല്ലെങ്കിൽ അത് ഒരു അനുകരണ ഭ്രമം ആ സമയത്ത് കൂടുതലായിരിക്കും. അപ്പൊ ഈ കുട്ടി വന്നിട്ട് പാത്രം കഴുകുന്നു, ശരിക്ക് വെള്ളം ആകുന്നു, ഈ സോപ്പിന്റെ ഇതിലൊക്കെ നിറയെ വെള്ളം ആക്കുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ, പാത്രം കഴിയുന്ന ലിക്വിഡ് ആണെങ്കിൽ അവൻ അത് അവിടെ നിറയെ ഇടുക്കി ഒഴിച്ച് ആകെ നാശാക്കിയിട്ടേക്ക്. അവിടെയും നമ്മളൊരു പേരന്റ് എന്ന നിലയിൽ പോയിട്ട് അവനെ ഷൗട്ട് ചെയ്യുക, വഴക്ക് പറയുക നമ്മൾ ചെയ്യരുത്. പകരം ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ സഹായിച്ചതാ, അല്ലെങ്കിൽ അമ്മയുടെ കുട്ടി അമ്മയെ സഹായിച്ചതാണല്ലേ, നല്ല മോനാണ്. പക്ഷെ സഹായിക്കുന്ന ടൈമില് അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മോൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വെള്ളം വീണാണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവനത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അതും അവന്റെ ഭാഷയിൽ കൊഞ്ചിച്ചുകൊണ്ട് തന്നെ പറയാം, അത് അവൻ പെട്ടെന്ന് ഉൾക്കൊള്ളും. ചില പാരന്റ്സ് കൊണ്ട് വന്നിട്ട് എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. അങ്ങനെ വരുമ്പോ അത് ഭയങ്കരമായിട്ട് ആ കുട്ടിക്ക് അവന്റെ ആത്മവിശ്വാസത്തെ കെടുത്തുകയും ചെയ്യും. ഒരു കാര്യം അവന് ചെയ്യാനും കഴിയാത്തൊരവസ്ഥ വരും. മാനസികമായിട്ട് അവന് ഭയങ്കര, ആ കുഞ്ഞിലേ തന്നെ അത് അവന്റെ ഉള്ളിലേക്ക് പതിയും. പക്ഷെ അത് പുറമെ കാണിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും അത് പുറത്തു വരുന്നത്. അതുപോലെ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അനുകരിക്കുക എന്നുള്ളതാണ്. അവന്റെ കളികളിൽ നമ്മൾ അവരെ അനുകരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പടങ്ങൾ വരയ്ക്കണമെങ്കിൽ ഞാനും കൂടെ വരയ്ക്കട്ടെ എന്ന് ചോദിക്കുക. അതായത് അവനെ പോലെ ആയി മാറുക. എന്നിട്ട് അവന്റെ ആ കളികളില്, അവന്റെ വരപ്പില്, അവന്റെ പഠനത്തില് അവനെ അനുകരിക്കുക, അല്ലെങ്കിൽ അവളെ, ആ കുഞ്ഞിനെ അനുകരിക്കുക. എന്നിട്ട് എനിക്ക് ഈ കളി ഇഷ്ടപ്പെട്ടു, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോടൊപ്പം കളിക്കുക, ഒളിച്ചു കളിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ, അവര് കാണിക്കുന്ന അതേ കളി നമ്മൾ അനുകരിച്ചിട്ട് അവർക്കൊപ്പം ഒരു കുഞ്ഞായി മാറുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെക്കാളും താഴേക്ക് പോണം നമ്മൾ കുട്ടികളെ കയ്യിൽ എടുക്കണമെങ്കിൽ. ഇത് കുഞ്ഞിലേ ശീലിച്ചു വന്നാൽ നമുക്ക് ആ ഒരു കുട്ടിയെ പെട്ടെന്ന് നമുക്ക്
നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റും. പക്ഷെ കുറെ കൂടി ടീനേജ് ആകുമ്പോൾ അവിടെ നമ്മൾ കുറെ പണിപ്പെടേണ്ടി വരും. പിന്നെ വരുന്നത് അവരുടെ കളിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരണം തന്നെ അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കത് കാര്യങ്ങൾ മനസ്സിലായി. ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ചോദിക്കുക, അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അവര് പറഞ്ഞു തരും. അവർക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പാരന്റിന് അത് അറിയില്ല, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് ഒന്നും അറിയില്ല. അവർ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവില്ലായിരിക്കാം. എന്നാൽ കൂടിയും അത് നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ ഒരു മൃഗത്തിനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാല് അത് ഭക്ഷണത്തിനാണ് വേണ്ടി വന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമല്ലോ. അപ്പോ ഈ കുട്ടിയുടെ സംസാരങ്ങൾ, അവിടെ സംസാരം ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് പലതും നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നത്, നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ ഈ കുഞ്ഞു കുട്ടിയുടെ കളികളും അവന്റെ ചലനങ്ങളും എല്ലാം നമ്മൾ ഒപ്പിയെടുക്കണം. അവിടെ നമുക്ക് അവനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മള് അമ്മമാരായിരിക്കണം, അല്ലെങ്കിൽ സ്വന്തം അച്ഛന്മാരായിരിക്കണം ഒരു കുഞ്ഞിന്റെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പൊ പുറത്തുനിന്ന് ഒരു ഇൻഫ്ലുവൻസർ അവന് ആവശ്യം വേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ പലതിലും പോയി ചാടി പോകുന്നത്. പിന്നെ വരുന്നത് അവരൊന്ന് നന്നായി ലിസൺ ചെയ്യുക. ആക്റ്റീവ് ലിസണിങ്, അതായത് എംപതറ്റിക് ലിസണിങ് ആണ് കുറച്ചുകൂടി. നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുന്നത്, ആക്റ്റീവായിട്ട് കേട്ടിരിക്കുന്നതിനേക്കാളും എമ്പതിയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. അവനിലൂടെ അതിനെ കേൾക്കുക എന്നുള്ളതാണ്. ചെറിയ നിസ്സാര പ്രശ്നങ്ങളായിരിക്കും അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. കാരണം അവരുടെ പ്രായത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ അതിനെ അവന്റെ ഒരു ഏജിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനെ നമ്മൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അവന് പറ്റുന്ന രീതിയിലുള്ള, അവന് മനസ്സിലാവുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇത് കുറച്ചുകൂടെ കുട്ടികൾക്ക് വരുമ്പോഴാണ്. പിന്നെ പാരന്റ്സ് തന്നെ രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുഞ്ഞ് മിക്കവാറും ഡിജിറ്റലി അഡിക്റ്റ് ആയിരിക്കും. ഇപ്പൊ കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും രണ്ടുപേരും അവനോടൊപ്പം കളിക്കാൻ ഉള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കളിക്കുമ്പോൾ തറയിൽ മുട്ടുകാലിൽ ഇഴഞ്ഞു കളിക്കുന്ന പാരന്റ്സ് അപ്പൂപ്പന്മാരെ കണ്ടിട്ടില്ലേ? ഇപ്പൊ കുറച്ച് റീൽസ് ഇങ്ങനെ കാണാനിടയായി. അതായത് പണ്ട് വീടിനെ വിറപ്പിച്ചിരുന്ന മുത്തശ്ശനായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിലെ എന്നെ കുറെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഒരു ഹിറ്റ്ലറായിട്ട് നിന്ന ഒരു അച്ഛനായിരുന്നു. ഇപ്പൊ നോക്കിയാണ് കുഞ്ഞിന്റെ കൂടെ കളിക്കുന്നത് കണ്ടാല് ഇതിലേതാ കുഞ്ഞെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പൂപ്പനും കുഞ്ഞും കൂടെ കളിക്കുന്നതൊക്കെ. അപ്പോ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ പാരന്റ്സിനേക്കാളും കൂടുതൽ ഈ ഗ്രാൻഡ് പാരന്റിനെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ കളിക്കുന്നതും അടുത്തിടപഴകുന്നതും അവരുമായിട്ടാണ്, അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സമയം ആര് ചെലവഴിക്കുന്നോ, അവരിലൂടെ ആര് കടന്നു പോകുന്നോ, അവരോടത്തായിരിക്കാം കുട്ടികൾക്ക് കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാവുന്നത്. പിന്നെ അത് ടീച്ചേഴ്സിനായാലും അങ്ങനെ തന്നെ കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് ഒരാൾ പറയുന്ന കേൾക്കാം. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ആ ടീച്ചറിനെ ഉമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ബാക്കി എല്ലാ ടീച്ചേഴ്സിനെയും ടീച്ചർ എന്ന് വിളിക്കും. ഈ കുട്ടി കുഞ്ഞു കുട്ടിയാണ്, LKG പഠിക്കുന്നത്. ഈ കുഞ്ഞിന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ ആയമാര് കൊണ്ടുപോയാൽ ഈ കൊച്ചു പോകില്ല. അത് പ്രധാന അധ്യാപികയും കൂടെയാണ് ഈ പുള്ളിക്കാരി വരണം. അപ്പൊ ഈ കൊച്ചിന്റെ ഗ്രാൻഡ് പാരന്റ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഉമ്മയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞ കാര്യം, ടീച്ചർ അവൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാല് അവര് തന്നെ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ടീച്ചറാണ്, ഈ പ്രധാന അധ്യാപിക. കാരണം അവര് ഈ കുട്ടിയെ കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്, അവന്റെ കൂടെ കളിക്കുന്നുണ്ട്. ഒരു അധ്യാപികയുടെ റോളിൽ നിന്നും കുഞ്ഞു കുട്ടിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ആന കളിക്കുന്നുണ്ട്, കുട്ടികളോടൊപ്പം പന്ത് കളിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഫീലാണ്. ആ വലിയ ശരീരം മാത്രമേ ഉള്ളൂ, അവർ ആ ഒരു കുഞ്ഞിനെ പോലെ പെരുമാറുന്നത് കൊണ്ട് കുഞ്ഞ് അവരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനുള്ള ഒരു ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടീച്ചറിനെ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണത്, ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് പറയും. അപ്പൊ ഇതുവഴി കുട്ടികൾ പോകും. ഞാൻ അവിടെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് എന്താ സ്കൂളിൽ പോവാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് ഒരു ആത്മബന്ധം, അപ്പൊ കുറെ കുശലാന്വേഷണങ്ങൾ ചോദിക്കാറുണ്ട്. അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് തമാശ പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. പോകുമ്പോഴൊക്കെ അവർ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പോകും. അതിൽ തന്നെ പല കാറ്റഗറി ടൈപ്പിലുള്ള പല സ്വഭാവത്തിലുള്ള കുട്ടികൾ. ചില കുട്ടികൾ കാണുമ്പോൾ തന്നെ ഓടി വന്നിട്ട് നമ്മളടുത്ത് സലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ചില കുട്ടികൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോകും. ചില കുട്ടികൾ ചിരിക്കും. ചില കുട്ടികൾ കുനിഞ്ഞ് നടന്നങ്ങ് പോവും, ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. അപ്പൊ പല ടൈപ്പിലുള്ള പല ക്യാരക്ടറാണ് അവർക്ക്. 10 പേരുണ്ടെ 10 പേരും 10 രീതിയിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളും. അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചാല്, ചിലപ്പോ ഇൻട്രോവേർട്ട് ആയാലും എങ്ങനെയായാലും നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളായാലും നമ്മൾ അവരിലൂടെ ഇറങ്ങിച്ചെന്ന് അവരെ കേൾക്കുകയും ആ ഒരു രീതിയിൽ സംസാരിക്കുകയും ചെയ്താൽ
കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു ഇൻഫ്ലുവൻസിലേക്ക് അവർ പോകുന്നത്. അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം, ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഡെയിലി വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായിട്ടായിരിക്കും. അവിടെ നമുക്ക് എല്ലാം കിട്ടും, പണം കിട്ടും, അവരുടെ സ്നേഹം കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുനാളിലെ മുതലേ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. വളരെ സിമ്പിൾ ആണ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. നമ്മൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സോറി കേട്ടോ, എന്തോ കണക്ഷൻ എന്തോ പ്രോബ്ലം. യെസ് മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ ഓക്കെ, ഞാൻ മാമിനെ ഹോസ്റ്റ് ആക്കുന്നുണ്ട്. മാം ഇറങ്ങിയപ്പോൾ ഞാൻ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡോണ്ട് വറി, അത് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഫോണിൽ നിന്ന് കയറായിരുന്നു. അപ്പൊ കുട്ടികളുമായിട്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. ഇനി നമുക്ക് ടീനേജിലേക്ക് വരാം. അവിടെ ഇത്തിരി പാടുണ്ട്. അതായത് നമ്മളിപ്പോ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് റേഡിയോ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? റേഡിയോ അത് ഇങ്ങനെ ചീത്തയാകുമ്പോ കേൾക്കാതിരിക്കുമ്പോ നമ്മളൊരു തട്ട് കൊടുക്കുമ്പോൾ അത് വീണ്ടും പാടും. പണ്ടത്തെ റേഡിയോ. അപ്പോ അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റ് നമ്മൾ ഇങ്ങനെ കയ്യിൽ കൊണ്ടുപോകും. അത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ 2 തട്ട് കെട്ടുമ്പോഴത്തേക്ക്, പണ്ട് നീളമുള്ള ടോർച്ച് ഉണ്ടല്ലോ ഉപ്പമാരൊക്കെ കൊണ്ടുവന്നത്, അപ്പൊ അത് കയ്യിലിട്ട് 2 തട്ട് കെട്ടുമ്പോൾ അതങ്ങ് കത്തും. അതേസമയം നമ്മുടെ ഐഫോൺ ഒന്ന് ഓഫ് ആയാല് കയ്യിലിട്ട് തട്ടിയാൽ അത് ഓണാവോ? ഓണാവില്ല എന്ന് മാത്രമല്ല, അത് ചീത്തയാവുകയും ചെയ്യും, അല്ലേ? ഓണാവില്ല എന്ന് മാത്രമല്ല, അതോടെ അതിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ടൂള്. കമ്മ്യൂണിക്കേഷനിൽ ഒരു ടൂള് തന്നെയുണ്ട്. അത് എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത്. അതായത് നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ മക്കളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ആ ഒരു ചാനൽ നമ്മൾ നിലനിർത്തണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെ ചെയ്യരുത് എന്നുള്ളതും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഒരു വിദഗ്ധ ഉപദേശം തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നേടണം. ഇനി നമുക്ക് അത് കൈകാര്യം ചെയ്ത് പറ്റിയില്ലെങ്കിൽ വിദഗ്ധരോട് നമ്മൾ ഉപദേശം തേടുകയും, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ വിദഗ്ധ ഉപദേശത്തിന് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഐഫോൺ പോലെയാണ് ഈ കുട്ടികളുടെ മൈൻഡ്. പണ്ടത്തെ കാലം അല്ല. പണ്ട് ഒരു തട്ട് കൊടുത്താൽ അവർ മര്യാദയ്ക്ക് പോവും, പഠിക്കും. പക്ഷെ ഇന്ന് തട്ടിയാൽ അത് കംപ്ലീറ്റ് കൊളാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ടൂളിൽ നമുക്ക് ഓരോ രീതിയിലുള്ള, ഇപ്പം ബ്ലാക്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടെററായിട്ടുള്ള ഒരു പൊസിഷനാണ്. അതേസമയം ഈ ഗ്രീൻ പൊസിഷനും റെഡ് പൊസിഷനും വലിയ കുഴപ്പമില്ല. ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ പ്രശ്നം എന്താണ്, ഇവർക്ക് എവിടെയാണ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത്, ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ക്യാരക്ടർ, ടീനേജുകാരായ കുട്ടിയുടെ ക്യാരക്ടർ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ ഈ ടൂളുകൾ നമുക്ക് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ഈ പണ്ട് നമ്മൾ തലക്കിട്ട് കൊട്ടിയതുപോലെ കൊട്ടാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്മ്യൂണിക്കേഷൻ ടൂള്, അതായത് ഇവിടെ നമ്മൾ നിർദ്ദേശം കൊടുക്കാൻ പാടില്ല, ഭയപ്പെടുത്താൻ പാടില്ല, ഉപദേശം കൊടുക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താനും പാടില്ല. ഈ കാറ്റഗറിയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ പറയും, ഞാൻ പണ്ട് കാളവണ്ടിയിലാണ്, എന്റെ ഉപ്പായൊക്കെ കാളവണ്ടിയിലാണ് പഠിക്കാൻ പോയത്, ഞാൻ അങ്ങനെയാണ് പോയത്, ഞാൻ ഇത്രയും കാലം നടന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്, എന്നിട്ട് ഞാൻ ഇങ്ങനെയായി. അപ്പോ കുട്ടിയുടെ മൈൻഡിൽ വരുന്ന ചിന്ത, നിങ്ങൾ ഇങ്ങനെ ആയതാണ് ഞാൻ ഇപ്പൊ വിട്ടത് എന്നായിരിക്കും. ആ കൊച്ചു പുറമേ അത് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ അതിന്റെ ചിന്ത അങ്ങനെ ആയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ ആ കഥകളൊന്നും പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ ഭീഷണിപ്പെടുത്തും. ചില കുട്ടികൾ, നീ എന്തിനാ അങ്ങനെ കാണിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തും.
പിന്നെ നമ്മൾ കാണിക്കുന്നതാണ് നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. അത് ഒരിക്കലും ഒരു പേരന്റ് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ ഇങ്ങനെ ആക്കിയത്. നിന്റെ കൂട്ട് ശരിയല്ല, അവന്മാരെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ പേരനെ, അവരുടെ ഫ്രണ്ട്സിനെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരെ നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവരുമായിട്ട് കൂടുതൽ അടുക്കുകയും നമ്മൾ അകറ്റാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ അടുക്കുകയും നമ്മളിൽ നിന്ന് അകലാനുള്ള ഒരു ചാൻസ് അവിടെയാണ്. അപ്പൊ ആ ഒരു പണിക്ക് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അത് ടീനേജിന്റെ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് എങ്ങനെ ഇവരോട് സംസാരിക്കാം. ഇപ്പോ ഒരു പാരന്റ് വന്നിട്ട് പറഞ്ഞു കുട്ടി എപ്പോഴും ടോയ്ലറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഈ കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവൻ ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങും. കാരണം ഉറക്കീന്ന് ഉമ്മ സമ്മതിക്കില്ല എഴുന്നേക്കാൻ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് കുഞ്ഞിനോട് ചോദിച്ചപ്പോ കുഞ്ഞ് പറഞ്ഞ മറുപടി അതാണ്, ഞാൻ അത് പലപ്പോഴും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോറാണ് പതിവ്. അപ്പൊ വിളിക്കുമ്പോ എഴുന്നേക്കാതെ, മറ്റേതാകുമ്പോ കട്ടിലിൽ വന്നിട്ട് കുലുക്കി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുമ്പോൾ കൊച്ച് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് പക്ഷെ അവിടെ ഒരുപാട് നെഗറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. അപ്പൊ ഈ കുഞ്ഞിനോട് ചോദിച്ചു, അത് ശരിക്കും മോനെ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലം, നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പോ നമുക്ക് മോന് എത്ര സമയം ബാത്റൂമിൽ ചെലവഴിക്കാൻ പറ്റും? 5 മിനിറ്റ്, 10 മിനിറ്റ്. മോൻ പല്ല് തേച്ച് മോന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചു വരാൻ എത്ര സമയം എടുക്കും? എല്ലാത്തിനും ഒരു 5 മിനിറ്റ് വെച്ചൊരു 15 മിനിറ്റ്. പിന്നെ ടോയ്ലറ്റിൽ പോകണേ കുറച്ച് സമയം അധികം ഇരുന്നു എങ്കിൽ ഒരു 20 മിനിറ്റിനകത്ത് പുറത്തിറങ്ങിക്കൂടെ? കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിക്കൂടെ? എത്ര മിനിറ്റ് ഇരിക്കാൻ പറ്റും? 10 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ ഓരോ ഇത് കൊടുത്തു. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മോൻ തിരഞ്ഞെടുക്കും. അപ്പൊ ആ കുഞ്ഞ് ഒരെണ്ണം തിരഞ്ഞെടുത്തു. അപ്പൊ തിരഞ്ഞെടുത്തത് അവനാണ്, നമ്മൾ കൊടുത്തതല്ല. അവിടെ ഓപ്ഷൻ കൊടുത്തു. അപ്പൊ അവൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ആ ടൈമിൽ ഇറങ്ങാൻ അവൻ നിർബന്ധിതനായി തീർന്നു. അതിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് അവന്റെ കയ്യിലാണ്. അപ്പൊ അവൻ പിറ്റേന്ന് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാല് ഈ കൊച്ചി ഇറങ്ങി, ഇത്ര മണിക്ക് സമയം ഇരുന്ന് മാം പറഞ്ഞതുപോലെ മാമിന്റെ അടുത്ത് പറഞ്ഞ പോലെ ഇത്ര ടൈമിൽ അവൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഒരു കുഞ്ഞിനെ പാരന്റ് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തുവിട്ട് ആ കൊച്ചു കഴിക്കില്ല. അതിന് രാവിലത്തെ പലഹാരമാണ്. അപ്പൊ പാരന്റ് എന്നോട് പരാതി പറഞ്ഞു, മാം ഇതുപോലെയാണ് കാര്യം, ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ മോളെ വിളിച്ചു. മാം ഒന്ന് വിളിച്ചിട്ട് 2 വഴക്ക് കൊടുക്കൂ. അപ്പൊ ഈ പാരന്റ് വിചാരിക്കുന്ന എന്താണ്, ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് നീ എന്താ ചോറ് കഴിക്കാത്തെ? ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ടേ? നാളെ മുതൽ നീ ചോറ് കൊണ്ടുപോകണം എന്ന് ഞാൻ ഈ കുഞ്ഞിനോട് പറയാം. അപ്പൊ ഞാൻ ഫോൺ വിളിച്ചു. എന്നിട്ട് പറയുന്നത് എന്താ കഴിച്ചത്? അത് ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ കഴിക്കാത്തെ? അപ്പൊ പാരന്റ് അവിടെ നിന്നിട്ട് വിളിച്ചു പറയണം, അത് കൊണ്ടുപോയി ചോറ് കംപ്ലീറ്റ് അതുപോലെ ഇത് തിരിച്ചു കൊണ്ടുപോകും. ഞാൻ അതെന്താ മോളെ കഴിക്കാത്തെ? അത് എനിക്ക് രാവിലെ വെള്ളയപ്പം തന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. നമ്മുടെ വിശക്കൂലേ? വിശക്കൊക്കെ ചെയ്യാം, അപ്പൊ ഞാൻ വെള്ളം കുടിക്കും. അപ്പൊ അപ്പോ നമ്മുടെ ആരോഗ്യത്തിന് അത് ബാധിക്കൂലേ? അപ്പൊ നാളെ എന്ത് കഴിക്കും? നാളെ വെള്ളയപ്പം ചിക്കനും വേണം. അപ്പം മിസ് എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പാരന്റ് അവിടെ നിന്ന് പറയാം. ഞാൻ പറയാം അപ്പൊ നാളെ എന്ത് വേണം? അത് വെള്ളയപ്പം ചിക്കനും. അപ്പൊ ചിക്കൻ ഇപ്പൊ ഈ സമയത്ത് വാങ്ങിക്കുക, അത് പപ്പാടുത്ത് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് വരും. ഓക്കെ, എങ്കിൽ വിളിച്ചിട്ട് പറ, ഉമ്മാന്റെ അടുത്ത് വിളിച്ച് പറയാൻ പറ. അപ്പൊ അത് ഓക്കെ അല്ലേ എന്ന് പാരന്റിന്റെ അടുത്ത് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം മിസ്സേ. അപ്പൊ അവിടെ ശരിയായി. രാവിലത്തെ ആഹാരത്തിന് ആ കുട്ടി തന്നെ ഓപ്ഷൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി കഴിക്കാൻ നിർബന്ധിതമായി തീരുകയാണ്. രണ്ടാമത് ഉച്ചയ്ക്ക് മോളെ നമ്മള് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പലഹാരമൊക്കെ അതിരുന്ന് ഇതായി ഉണങ്ങി ഒരു പരുവാവും. നമ്മൾ കറി വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് പോകുന്ന ഒരു നാശമായിട്ടിരിക്കും. അതിനേക്കാളും നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മുടി നല്ല വളരും, വെളുക്കും, നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്തിന് അതിന്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് ഒരു നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് എന്തൊക്കെയാ വേണ്ടത്? അപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ചോറും മീനും ഇന്നതും കഴിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് എന്തൊക്കെയാ വേണ്ടത്? അത് ഉച്ചയ്ക്ക് ചോറ്, പിന്നെ ചെറുപയർ ഉപ്പേരി. അപ്പൊ പാരന്റ് അവിടെ നിന്ന് എന്നും ഒരു ചെറുപയർ ഉപ്പേരി, എന്നും ഒരു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തും ഉണ്ടാക്കി കൊടുക്കാന്നല്ലേ പറഞ്ഞത്? അവള് കഴിക്കട്ടെ, അത് നല്ലതല്ലേ, ചെറുപയറിലും ഉണ്ടല്ലോ ആ വൈറ്റമിൻസ്. എങ്കിൽ ശരി മിസ്സേ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ അവിടെ സത്യത്തിൽ ആ പാരന്റ് ഉദ്ദേശം എന്താണ്? ഞാൻ 2 വഴക്ക് കൊടുക്കണം, മര്യാദയ്ക്ക് കൊണ്ടുപോയി ചോറ് കഴിക്കണം എന്ന് പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പാരന്റ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ആ കൊച്ചിന് കുറെ ഓപ്ഷൻസ് കൊടുത്തു. ഉച്ചയ്ക്ക് എന്തൊക്കെ വേണം? അത് ചോറ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ വേണം. അപ്പൊ ഓക്കെ. അപ്പൊ വൈകിട്ട് വന്നു. ഞാൻ പറയും പാരന്റിന്റെ അടുത്ത് പറഞ്ഞു മോള് കഴിച്ചോ ഇല്ലെന്ന് എന്നെ അറിയിക്കണം കേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വൈകിട്ട് പാത്രം കഴുകാറില്ല, അവർക്ക് കഴുകാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കഴിച്ചതിന് ശേഷം പാത്രം ഇതിനകത്താക്കി
ഈ കൊച്ചു കൈയും കഴുകി വരികയാണ് ചെയ്തത്. വിളിച്ചിട്ട് മിസ്സേ മോള് ചോറ് കഴിച്ചോട്ടോ എന്ന് പറഞ്ഞു. ഫുള്ള് ചോറ് കഴിച്ചു. വന്ന ഉടനെ പേരന്റ് അതാണ് നോക്കിയത്. അപ്പോ എന്നെ വിളിച്ചിട്ട് അപ്പോഴെ തന്നെ പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് മിടുക്കിയാണല്ലോ, ഇന്ന് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചെന്ന് പറഞ്ഞല്ലോ, മൊത്തം ചോറും കഴിച്ചു. അപ്പൊ മൊത്തം ചോറും കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നും കഴിക്കാതിരുന്ന് നമ്മളെ കുടലൊക്കെ ചുരുങ്ങി പോകൂലേ, നമുക്ക് ആരോഗ്യം ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചപ്പോ ചിരിക്കുന്നുണ്ട് അവള്. പക്ഷെ അവിടെ ഈ പേരന്റ് പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞു, മിസ്സേ നിങ്ങള് പകലെന്ന് പറഞ്ഞാൽ അവൾക്ക് പകല്, നിങ്ങള് രാത്രി എന്ന് പറഞ്ഞാൽ അവൾക്ക് രാത്രി. അപ്പോ അവിടെ ആ കുഞ്ഞിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആ ഉമ്മയേക്കാൾ കൂടുതൽ ഞാനാണ്. അവിടെ അവളെ ദേഷ്യപ്പെട്ടില്ല, അവളെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു. ഈ ഒരു തീരുമാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന കുട്ടികളിലേക്ക്, ടീനേജിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ കുറെ ടൂളുകൾ ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നമ്മളിപ്പോ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളോട് നമ്മൾ പറയും കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പറയും. അപ്പോ അവിടെ എന്താണ്, സാധനം മേടിക്കാൻ കുട്ടി മറന്നു പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവനോട് പോയിട്ട് പറയാം, ചിരിച്ചോണ്ട് പറയാം, ഞാൻ ഒരാളോട് ഒരു സാധനം വാങ്ങിക്കാനൊക്കെ പറഞ്ഞിരുന്നു, അത് കിട്ടിയല്ലോ അല്ലേ എന്നിങ്ങനെ ചിരിച്ചോണ്ട് അവരൊന്ന് ഭയങ്കരമായിട്ട് പരിഹസിക്കരുത്, ചിരിച്ചുകൊണ്ട് പറയും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ബൾബ് കത്തും, ശരിയാണല്ലോ, സോറി എനിക്ക് ഇന്നതുകൊണ്ട് മറന്നുപോയി എന്ന് അവര് ആ ഒരു ലെവലില് നമ്മൾ ഏത് ടോണിലാണോ പറഞ്ഞത് ആ ടോണിൽ അവർ പ്രതികരിക്കും. അതേസമയം നിന്റെ അടുത്ത് എന്താ പറഞ്ഞിട്ട് കേൾക്കാത്തെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ മറന്നുപോയി, ഞാൻ ഇന്ന കാര്യത്തിന് പോയോണ്ട് ഞാൻ മറന്നുപോയി, നാളെ വാങ്ങിക്കാന്ന് പറയുന്നെങ്കിലും അവന് അവിടെ ദേഷ്യമാണ്. ആ ദേഷ്യം കുറെ സമയത്തേക്ക് അവൻ ഉള്ളിൽ കാണും. മനസ്സിലായില്ലേ? ഈ ദേഷ്യം വരുന്നതിന് സമയത്ത് നമ്മളുടെ ബോഡിയിലായാലും അവരുടെ ബോഡിയിലായാലും ഈ പറയുന്ന പോലുള്ള കെമിക്കൽസ് അഡ്രിനാലിൻ പോലുള്ള കെമിക്കൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ടീനേജുകാരെയും റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റും. അവിടെ നമ്മൾ ആ ദേഷ്യപ്പെടുന്ന ആ ടോണ് ഒന്ന് മാറ്റുക, ഒന്ന് കാമാവുക, ഒന്ന് പൊയിറ്റാവുക, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ അവരോട് പറയുക എന്നുള്ളതാണ്. പിന്നെ കുറെ കൂടി മുതിർന്ന കുട്ടികളാണ് ചെവിയിൽ പോയിട്ട് നിന്റെ അടുത്ത് പറഞ്ഞാല് അത് നീ അനുസരിക്കും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും പോലെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, നീ മറന്നുപോയല്ലേ എന്ന് രഹസ്യം പോലെ ചെവിയിൽ പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ കൂടെ അവിടെ കിട്ടുകയാണ്, എന്നെ പോലെ നീയും ചെയ്യും, അങ്ങനെ നിന്നെ കൊണ്ട് പറ്റും, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് എന്നുള്ള ഒരു മോട്ടിവേഷൻ ആ കുട്ടിക്ക് കിട്ടുകയാണ്. അപ്പൊ അവന് അത് കുറെ കൂടി ശരിയാണ്, എന്റെ ഉപ്പ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെ നമുക്കൊരു ഇൻഡയറക്റ്റ് അപ്രോച്ച് കൊടുക്കാം. അതായത് ടീച്ചേഴ്സിനെയോ മറ്റോ വെച്ചിട്ട് നിന്റെ ഉപ്പ നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു, നല്ല അഭിപ്രായമാണ്, നിന്നെ കൊണ്ടെല്ലാം നടക്കും, നീ മിടുക്കനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ചും നമുക്ക് കൊടുക്കാം. ഇനി ഈ ഡാർക്ക് പൊസിഷനിൽ നിൽക്കുന്ന അത് കുറച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് കുറെ നമുക്ക് ഡീപ്പായിട്ട് പറഞ്ഞു പോവേണ്ട ഒരു കേസാണ്. അത് ഇവിടം കൊണ്ട് നമുക്ക് തീരുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഇപ്പൊ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അവരെ കൊണ്ട് എന്റെ മോനല്ലേ, ഞാൻ പറയുന്ന കേട്ട് വളർന്നാൽ മതി, ഞാനൊരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അവ അവിടെ നിൽക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അത് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. കാരണം ഈ സ്മാർട്ട് ഫോണുകൾ അറിയാലോ, നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്തില്ലെങ്കിൽ സംഗതി കുളമാവും. അതുകൊണ്ട് ആ രീതിയിൽ കുട്ടികളോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാം. പിന്നെ ഞാൻ പല കാര്യത്തിലും ചെയ്ത് പ്രയോജനം കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുഞ്ഞുനാളിലെ പഠിപ്പിക്കുന്ന കാര്യമായാലും അവരെ അടുത്തിരുത്തി പഠിപ്പിക്കുന്നതിനേക്കാളും ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പഠിപ്പിക്കുന്ന പോലെ അല്ല, ഇതാണ് ഇന്നത് കണ്ട ആ മരത്തിൽ ആ പ്ലാവിൽ കായ്ക്കുന്ന സാധനമാണ് ചക്ക, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും, ഏറ്റവും വലിയ ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമല്ല, ആ കൊച്ചു കുറെ കാര്യങ്ങൾ പഠിക്കും. അത് കാണിച്ചു കൊടുത്തുകൊണ്ടും കൂടെ പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ഫ്രൂട്ടിൽ ഒന്ന് ടച്ച് ചെയ്തൊക്കെ പഠിക്കുമ്പോൾ അവന് ജാക്ക് ഫ്രൂട്ടിന്റെ പടം കാണുമ്പോൾ തന്നെ അവന് അത് ജാക്ക് ഫ്രൂട്ട് ആണെന്നുള്ളത് അവൻ ഓപ്ഷൻ വരയ്ക്കും, അല്ലെ? ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിലേക്ക് അവൻ വരയ്ക്കും, ഇങ്ങനെ യോജിപ്പിക്കേണ്ടത് കൊടുക്കുമ്പോൾ അവൻ അത് ചെയ്യും. അങ്ങനെ ഓരോ ഫ്രൂട്ടുകൾ നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ടുകളാണ്, നമ്മുടെ അടുത്തുള്ളതാണ്, നമുക്കത് കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം. അത് കുഞ്ഞുമക്കളെ. പിന്നെ ബോഡി പാർട്ട് പഠിപ്പിക്കും. ബോഡി പാർട്ട് പഠിപ്പിക്കുന്ന ഭയങ്കര പാടുള്ള ഒരു കേസാണ്. നോസിന്റെ സ്പെല്ലിങ്, ഐയുടെ സ്പെല്ലിങ്, പിന്നെ എത്ര ഐ ഉണ്ട്, എല്ലാം കൂടി ആകെ കോംപ്ലിക്കേഷൻ ആണ് ഈ കൊച്ചിനെ നമ്മൾ. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് കൈകാര്യം. ഈ കുഞ്ഞുനാളിൽ എന്തായാലും ഉമ്മമാരാണല്ലോ കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കുന്ന സമയത്ത് കൊണ്ട് കയറുമ്പോൾ ഓരോ ബോഡി പാർട്ടും ടച്ച് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ സോപ്പ് വീണാൽ ഏത് ബോഡി പാർട്ടാണ് നീറുന്നത്? ഐ. അപ്പൊ ആ കൊച്ചു ഐ പഠിച്ചു, ഐ എന്നൊരു വാക്ക് പഠിച്ചു. പിന്നെ നോസ്, നമ്മൾ ശ്വസിക്കുന്നത് ഏത് വഴിയാ? നോസ്. അപ്പൊ ഈ ഓരോ ഇതിങ്ങനെ വെള്ളം കൊണ്ടൊക്കെ തൊട്ടിട്ട് സോപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് ടച്ച് ചെയ്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അത് പെട്ടെന്ന് അവർ പഠിക്കും. ഇത് നമുക്ക് ഉമ്മമാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങളാണ്.
പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഏടെ ആകൃതിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുക. അവർക്ക് ആ ഒരു രൂപങ്ങളൊക്കെ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ അവർ പെട്ടെന്ന് തന്നെ എഴുതാനും കൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ എഴുതാനും പഠിക്കുമ്പോൾ അത് അവരെ മൈൻഡിൽ അങ്ങ് പതിയും. ഇതൊക്കെ തന്നെയാണ് നമ്മൾ നഴ്സറി സ്കൂളിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്ന കുറെ സിസ്റ്റംസ് ഇതൊക്കെയാണ്. ഞാൻ എസ്പെഷ്യലി പ്രീ പ്രൈമറി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. ഈ കിഡ്സിനെ പരിപാലിക്കാൻ ഭയങ്കര രസമാണ് അവരുമായിട്ടുള്ള ആ ഒരു കാര്യം. അപ്പൊ ഞാന് എന്റെ മകള് ഇപ്പൊ 9ാം ക്ലാസ്സിലാണ്. ഞാൻ പറഞ്ഞു, നീ 9ാം ക്ലാസ് ആയി, എല്ലാത്തിനും A+ വാങ്ങിക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. കാരണം ഞാൻ A+ വാങ്ങിച്ചിട്ടുമില്ല, എനിക്കത് പറയാനുള്ള അർഹതയും ഇല്ല. പക്ഷേ A+ കിട്ടിയില്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഈ A+ കിട്ടിയില്ലെങ്കിൽ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പൊ സയൻസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിനൊന്നും കിട്ടൂല. ഏതെങ്കിലും ചവർ വിഷയം നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മളെ ബുദ്ധിക്ക് അനുസരിച്ച് പഠിച്ചു പോയാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. അപ്പൊ സയൻസ് എടുത്താൽ നമുക്ക് ഏത് മേഖലയിലോട്ടും പോവാം. കിട്ടണമെങ്കിൽ നന്നായിട്ട് പഠിക്കുകയും വേണം, A+ കിട്ടാൻ വേണം. ഈ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണമെങ്കിൽ എന്റെ കൂടെ എണീച്ച് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നിനക്ക് ഒരുങ്ങാനും അത്യാവശ്യം ഉറക്കമൊക്കെ കളയേണ്ടി വരും. പിന്നെ കറക്റ്റ് ഇവിടെ നിന്ന് സമയത്ത് പോയില്ലെങ്കിൽ ബസ് കിട്ടാതെ വരും. കറക്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ബസ് കിട്ടിയാൽ തന്നെ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒരു റൂട്ടിൽ നിന്ന് വരുന്ന ബസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര തിരക്കായിരിക്കും. അതിൽ ഇടിച്ച് ഞെരുങ്ങി പോകുമ്പോൾ തന്നെ പകുതി മേക്കപ്പും ആൾക്കാർ ദേഹത്ത് പറ്റി അതങ്ങനെ അങ്ങ് പോകും. പിന്നെ പോയിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും ക്ലാസ്സിലിരിക്കാം. പിന്നെ തിരിച്ചു വരുമ്പോൾ അതിന്റെ അപ്പുറം ക്ഷീണമായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ളത്. അല്ലാതെ A+ വാങ്ങിക്കാത്തതുകൊണ്ട് നിങ്ങൾ A+ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ പിള്ളേർ പിന്നെ പഠിക്കില്ല കേട്ടോ. അപ്പൊ അതിന്റെ പരിണിത ഫലം തമാശ രൂപേണ പറഞ്ഞു കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഞാൻ കുഞ്ഞുനാളിലെ കുറച്ച് കുരുത്തക്കേടായതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ച കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ ഓരോ പോയിന്റ്, അപ്പൊ അന്നത്തെ കാലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ ഓരോ അന്ന് നമ്മൾ അങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ഓരോ ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. അനുഭവങ്ങൾ പറയുമ്പോഴാണല്ലോ കൂടുതലായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളെ കുഞ്ഞുനാളിലെ അനുഭവങ്ങളൊക്കെ കഥ പോലെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. സ്റ്റോറി ടെല്ലിങ് നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കി വായിച്ച് പഠിച്ചത് പറയുന്നതിനേക്കാളും നമ്മളെ കുഞ്ഞുനാളിൽ നമ്മൾ പഠിക്കാൻ പോയതും കുരുത്തക്കേടുകൾ കാണിക്കുന്ന അതൊക്കെ ഒരു തമാശ രൂപേണ പറഞ്ഞു കൊടുത്ത് അത് ആ രീതിയിൽ മനസ്സിലാക്കുന്ന കുട്ടികളും കൂടെ ആയിരിക്കണം. നമ്മുടെ കുട്ടികളുടെ സ്വഭാവവും അവരുടെ എല്ലാം നമുക്ക് മാത്രമേ അറിയൂ. ആ രീതിയിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. അപ്പൊ അത് പറയുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ മാത്രമേ പറയാനും പാടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മള് പണ്ട് ഞാൻ കാളവണ്ടിയിൽ പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ദൂരം നടന്നു പോയി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മള് എന്താണ്, നമ്മൾ സ്കൂളിൽ പോയപ്പോ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു, അപ്പൊ നടന്നു പോകുന്ന വഴിയിൽ എന്തൊക്കെ കണ്ടു എന്നൊക്കെ വിവരിച്ചു കൊടുക്കാം. പിന്നെ നടന്ന് കാലൊക്കെ കഴിക്കാറുണ്ട്, വേദനയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ അന്ന് നമുക്ക് ചെരുപ്പൊന്നും, നമ്മളെ കഥയല്ല, നമ്മളൊപ്പമാര് നമ്മളോട് പറഞ്ഞു തരുന്ന കഥയാണ്. നമ്മൾ പറയുമ്പോ നമ്മുടെ നാട്ടിൽ അന്ന് എന്തൊക്കെ സുലഭമായി കിട്ടിയിരുന്നോ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ അവര് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ അവരെന്താണ് സഞ്ചരിക്കണം. അവരെ മൈൻഡ് കൊണ്ട് അവർ സഞ്ചരിക്കണം. അതല്ല ഞാൻ പണ്ടത് അങ്ങനെയാണ് പഠിച്ചത് എന്നിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെയായി എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ തുടങ്ങി എന്ന് പറയും. അപ്പൊ ഇവര് ഈ കഥ കേൾക്കാൻ വന്നിരിക്കാറുണ്ട്. ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വന്നിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു സംസാരിക്കാത്ത ഒരാളുണ്ട്. അയാളെ ഭ്രാന്തൻ എന്നൊക്കെ ആളുകൾ വിളിക്കും. പക്ഷെ അയാൾക്ക് ഭ്രാന്തൊന്നും ഇല്ല. ആള് എന്തോ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട് അയാൾക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. പക്ഷെ ഒരു ഉപദ്രവം ഒന്നുമില്ല. അപ്പൊ ഈ ആളൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ഓലക്കുടിലാണ് കഴിഞ്ഞിരുന്നത്. അതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കാറുണ്ട് ഇവർക്ക്. അപ്പൊ അന്ന് ഓലക്കുടിൽ ഉണ്ടായിരുന്നു, അന്ന് ഓല കെട്ടി വീടുകളായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പൊ ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ വഴിയിൽ കാണുന്ന കഥകളും അന്ന് ഇത്ര രൂപ മാത്രമേ വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ അനുഭവിച്ച ലൈഫ് സ്റ്റൈൽ, നമ്മുടെ വിഷമങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് ആ ഉൾക്കൊള്ളുന്ന സെൻസിൽ പറഞ്ഞു കൊടുത്താൽ പിള്ളേർ പാവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവരെ നമുക്ക് കയ്യിലെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഷൗട്ടിങ്ങും നമ്മുടെ ദേഷ്യവും, ഇപ്പൊ ഭർത്താവ് വഴക്ക് പറഞ്ഞത് നമുക്ക് പ്രശ്നമായിരിക്കും, അമ്മായിമ്മ വഴക്ക് പറഞ്ഞത് നമുക്ക് പ്രശ്നമായിരിക്കും. പല പാരന്റും പല കുട്ടികളെയും പല പാരന്റും അടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞ ദേഷ്യം തീർക്കാനായിരിക്കും കുഞ്ഞുങ്ങളെ അടിക്കുന്നത്. എന്റെ കുടുംബത്തിനകത്തുണ്ട് ഒരാള്. ഈ അമ്മായിയമ്മ പറയുന്നതിന് അത്രയും ഈ കുട്ടികൾക്കിട്ടാണ് കൊടുക്കുന്നത്. അവസാനം ഞാൻ ഈ പുള്ളിക്കാരത്തെ പിടിച്ചിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു, ഒരു പാരന്റിങ് ക്ലാസ്. ഞാൻ പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ പറഞ്ഞാലൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുള്ളൂ.
അവസാനം പിടിച്ചൊരു പാരന്റിങ് ക്ലാസ്സിലെ അന്ന് ആരുടെ ക്ലാസ് എന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പേര് മുഖം ഓർമ്മയുണ്ട്, പക്ഷെ പേര് ഓർമ്മയില്ല. ഹാരിസ് കൽത്തറ. അദ്ദേഹത്തിന്റെ പാരന്റിങ് ക്ലാസ്സിലേക്ക് ഞാൻ ഈ പുള്ളിക്കാരത്തെ കൊണ്ടുപോയി. ഫസ്റ്റ് ടൈമാണ് ഈ പാരന്റിങ് ക്ലാസ് പുള്ളിക്കാരി അറ്റൻഡ് ചെയ്യുന്നത്. ഏകദേശം അന്ന് ഒരു 3-4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക്. അപ്പോ അതിനുശേഷം ഒരുപാട് മാറ്റം വന്നു ഈ കുട്ടിക്ക്. അതായത് ഈ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറണം, അവൻ എൻകറേജ് ചെയ്യുന്നു, അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. ഈ അമ്മായിയമ്മ എന്തെങ്കിലും ഈ കുട്ടിയെ കുറ്റപ്പെടുത്തിയാൽ തന്നെ മോൻ അങ്ങനെയൊന്നും അല്ല, മറ്റത് ചെറുക്കൻ എന്ന് മാത്രമേ സംബോധന ചെയ്യുള്ളായിരുന്നു. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ ക്ലാസ്സിന് ശേഷം മക്കൾ അങ്ങനെയൊന്നുമല്ല, മക്കള് മോനെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അവരെ പെട്ടെന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവരെ തലോടുക, അവരോട് സംസാരിക്കുക, അതൊക്കെ ഈ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതൊക്കെ ഓരോ ലാംഗ്വേജ്. നമ്മളിങ്ങനെ തട്ടുമ്പോൾ ആശ്വാസത്തിന്റെ തട്ടാണ്, അത് ഒരു ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ ടച്ച് പോലും ഒരു ഒരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളെ സംസാരം, നമ്മുടെ കണ്ണ് ദയനീയമായൊരു നോട്ടം നോക്കുന്നതും സ്നേഹത്തിന്റെ നോട്ടം നോക്കുന്നതും ദേഷ്യത്തിന്റെ നോട്ടം നോക്കുന്നതും ഒക്കെ വ്യത്യസ്തമാണ്. അത് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് തറയ്ക്കുന്നത് പ്രത്യേകമായ രീതിയിലായിരിക്കും. ഇതെല്ലാം പാരന്റിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം ഒരു കുട്ടി, 2 കുട്ടികളുണ്ട്. അതിൽ ഇളയ കുട്ടി ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ഈ കൊച്ചു പനി പിടിച്ച് കിടക്കാൻ, ഈ കൊച്ചു ഒരു ദിവസവും വരില്ല, നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ല എന്നിങ്ങനെ പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. എന്നിട്ട് നോട്ട്സ് ആ കുട്ടിയെ കൊണ്ട് ഇരുത്തി എഴുതിപ്പിച്ചു. മറ്റൊരു കുട്ടിയുടെ നോട്ട്സ് പിടിച്ച് എഴുതിപ്പിച്ചു. പിന്നെ കുറെ ടീച്ചറിനെ എഴുതി കൊടുത്തു വിട്ടു. അപ്പൊ തിരിച്ചു വന്ന കൂട്ടത്തിൽ ഈ മുതിർന്ന കുട്ടി പറഞ്ഞു, ഉമ്മി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, അവനെങ്ങനെ. അപ്പൊ മുതിർന്നവൻ അത് കേട്ടപ്പോ വിഷമം തോന്നി, അപ്പുറത്തെ ക്ലാസ്സിലാണ്. അപ്പൊ അത് കേട്ടു, ഉമ്മി അവനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ കുഞ്ഞങ്ങനെ കരയാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ നടന്നു വരികയാണ്. ഇത് കേട്ടത് ഈ കുഞ്ഞങ്ങ് കരയാൻ തുടങ്ങി. അതായത് ആ കേട്ട സമയം മുതൽ ഈ പാരന്റ് അടുത്ത് ഈ കുട്ടി പറയുന്ന സമയം വരെയും ഇവന്റെ ഉള്ളിലിരുന്ന് ഇതിങ്ങനെ വിങ്ങുകയായിരുന്നു. ആ സമയം വരെ ആ കൊച്ചു വല്ലാത്തൊരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇവന്റെ ഈ കരച്ചിലിലൂടെ, ആ സംസാരിക്കാതെ ഈ LKG കുട്ടി ഇങ്ങനെ കരയുന്നതിലൂടെ പാരന്റിനും വല്ലാത്ത വിഷമമായി. അങ്ങനെ ഇവര് ടീച്ചറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ പാടില്ല. അവൻ എന്തുകൊണ്ട് എഴുതിയില്ല, അവൻ എന്തുകൊണ്ട് വന്നില്ല, അത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം മനസ്സിലാക്കുക. അവനോട് തന്നെ ചോദിക്കാം. ഈ കുഞ്ഞ് പനി പിടിച്ചിട്ടാണ്, എന്തായാലും നിർബന്ധമായിട്ട് ആരും പാരന്റ്സ് വീട്ടിൽ പിടിച്ച് നിർത്താറില്ല കുട്ടികളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അവര് സ്കൂളിലേക്ക് വിടാനേ അവർ നോക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഈ കുഞ്ഞ് വന്നില്ല എന്നുള്ളത് ഈ ടീച്ചർ തിരക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചറിനുണ്ട്. പിന്നെ ഈ പാരന്റ്സിന് ഒന്നുകിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു രീതിയിൽ അവർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ പാരന്റിനെ തന്നെ വിളിക്കാം, എന്തുകൊണ്ട് മോൻ എഴുതിയില്ല. കാരണം LKG UKG കുട്ടികളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്രത്തോളം ഇതിൽ ചെയ്യണം. പിന്നെ ഞാനൊരു സ്കൂളിലേക്ക് പോയ സമയത്ത് അതൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. അവിടുത്തെ ഒരു കുഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയില്ല കുഞ്ഞിനെ. അപ്പൊ ആ കുഞ്ഞ് വിചാരിച്ച് ഞാൻ ഏതോ ഒരു കുട്ടിയെ കൊണ്ടാക്കാൻ വന്ന പാരന്റ് ആയിരിക്കും. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ തോളിൽ അങ്ങ് കിടത്തി. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി. ഞാൻ എടുത്ത്, ഒരു പെൺകുട്ടി, നല്ല ഡ്രസ്സ് ഫ്രോക്കൊക്കെ ഇട്ട്, കണ്ടാൽ തന്നെ പാവയെ പോലെ ഇരിക്കുന്നു, ആരായാലും എടുത്തു. ഞാൻ എടുത്തിങ്ങനെ തോളിലിട്ടപ്പോ ആ കൊച്ചിന്റെ നെഞ്ച് പടപടപട ഇടിക്കുന്നത് എന്റെ ബോഡിയിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര വിഷമം തോന്നി എനിക്ക്. അപ്പോഴും ടീച്ചർ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഈ കൊച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ്, എപ്പോഴും കരച്ചില്ല. ആ കൊച്ചു ഫസ്റ്റ് ടൈമാണ് ആ സ്കൂളിൽ വരുന്നത്, 2-3 ദിവസം എന്തോ ആയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ മോൾ എന്തിനാ കരയുന്നത്, അതെനിക്ക് ഉമ്മച്ചിയെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം. അത് ഭയങ്കര വെപ്രാളപ്പെട്ട് ഭയന്നിട്ടാണ് അത് കരയുന്നത്. എനിക്ക് വീട്ടിൽ പോകണം. ആ നെഞ്ചിടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത്, എന്റെ കഴുത്തിൽ കയറി കെട്ടിപ്പിടി. അപ്പൊ ഞങ്ങളുടെ മോൾ ഇവിടെ ഉമ്മച്ചിയെ ആന്റി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പതുക്കെ ആ കുഞ്ഞിനെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പല കുട്ടികളും ആവിട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഗവൺമെന്റ് സ്കൂളും കൂടെയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ആ ടീച്ചറിനോട് വല്ലാത്തൊരു വിഷമം തോന്നി, ദേഷ്യം തോന്നി. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്നിട്ട് ഞാനത് പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് കുട്ടികളോട് പെരുമാറേണ്ടുന്ന രീതി, അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഉമ്മമാരായിക്കോട്ടെ. ആദ്യത്തെ അധ്യാപിക ഉമ്മയാണെങ്കിൽ രണ്ടാമത്തെ അമ്മയാണ് ആര്, അധ്യാപിക. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുഞ്ഞിനോട് എങ്ങനെയൊക്കെ സംസാരിക്കണം, അവന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് പൊസിഷനിൽ നിൽക്കുന്ന കുട്ടി ഭയങ്കര ഡേഞ്ചർ. ഈ കുഞ്ഞു നാളിലെ ഇതൊക്കെ കിട്ടി വരുന്ന കുട്ടികളാണ് ഈ ബ്ലാക്ക് പൊസിഷനിലേക്ക് മാറുന്നത്. ഒരു കുഞ്ഞും ഒരിക്കലും ഒരു അക്രമകാരിയോ ഒന്നും ആയിട്ട് വളരുന്നില്ല.
നിങ്ങൾ കണ്ടു കാണും വാർത്തയിൽ, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഏകദേശം കുറെ അധികം കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ആയി കഴിഞ്ഞു. അതിനോട് കൂടിയാണ് ഈ ഒരു നമ്മുടെ പ്രദേശങ്ങളിൽ, അടുത്ത പ്രദേശങ്ങളിലായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്, ഈ കൊലപാതകങ്ങളൊക്കെ നടന്നതും. അത്യാവശ്യം ആ കുട്ടിയെ പറ്റി നല്ലതാണ് പറയുന്നത്. പക്ഷെ അവൻ MDMA എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ ആ വാർത്തകളൊന്നും കൂടുതലായിട്ട് കാണാൻ പോയില്ല. കാരണം ആ പയ്യന്റെ നിഷ്കളങ്കമായ മുഖം, അതുപോലെ മറ്റുള്ളവരുടെ സംസാരം, ഇതൊക്കെ പലരും അവനെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് അവന് പറ്റി എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ MDMA എന്ന് പറയുന്ന സാധനം, അതിൽ ഒരുപാട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലഹരി എന്ന് വെച്ചാല് നമ്മുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് പടരും, നമുക്ക് ക്ഷീണം വരും, ഇതൊക്കെയാണ് വരുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികം, അപ്പൊ അത് എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് ലോങ് ഒരു സന്തോഷം അല്ല അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതേസമയം MDMA യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് വരുന്നത്. അതിൽ സെറാട്ടോണിന്റെ ഉൽപാദനമാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അമിത ഉപയോഗം നമ്മളെ ഭയങ്കര സ്ട്രെങ്തേൻ ആക്കും, ഭയങ്കര ഒരു ഇതാക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല. അവന്റെ അടുത്ത് നിൽക്കുന്നത് അവന്റെ ഉമ്മയാണെന്നോ അവന്റെ സഹോദരങ്ങളാണെന്നോ അവന്റെ ടീച്ചേഴ്സ് ആണെന്നോ ഒരു ബോധവും അവനുണ്ടാവില്ല. ഇനി ഈ കുഞ്ഞ്, ഈ പയ്യൻ ഇതിന്നെല്ലാം മുക്തനായിട്ട് ഈ കള്ളും കഞ്ചാവും എല്ലാം കഴിഞ്ഞ് ഇവൻ പഴയപടി എത്തുമ്പോൾ ഇവൻ ജീവിതം ഒന്നുകിൽ അവൻ ആത്മഹത്യ ചെയ്യും, അതല്ലെങ്കിൽ അവൻ നീറി നീറി ജീവിക്കും. അവന് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരങ്ങനെ പറയില്ലല്ലോ. അവൻ നീറി നീറി ജീവിക്കും, അല്ലേ? അപ്പൊ നമ്മുടെ മക്കൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഇത് ചെയ്തു വരികയാണെങ്കിൽ, ഇനി വളർന്ന കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ അവന്റെ തോളിൽ തട്ടി സംസാരിക്കുക. അവര് വലിയ മക്കളാണെങ്കിലും ഒന്ന് മടിയിലൊക്കെ വന്ന് കിടക്കുമ്പോൾ അവര് തലയിലൊന്ന് തലോടും, ആൺകുട്ടികളാണെങ്കിൽ. അതായത് ഇങ്ങനെ നമ്മൾ തലയിൽ ഇങ്ങനെ, ആൺകുട്ടികളെ തലയിൽ ഇങ്ങനെ തലോടും, അവർക്കതൊരു സുഖമാണ്. അതായത് പേ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി കൊടുക്കുമ്പോഴത്തേക്ക്, അത് മുതിർന്ന ആണുങ്ങളായാലും ഇങ്ങനെ ഉമ്മമാരെ മടിയിൽ വന്ന് കിടക്കുമ്പോ അവരിങ്ങനെ തലയിൽ തലോടുമ്പോ അതൊരു പ്രത്യേക ഒരു ഇതാണ്, ഒരു വൈബാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. എന്താണ്, എന്നോടാണോ? ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ടച്ചിങ്ങിലൂടെ അവർക്ക്, മുതിർന്ന കുട്ടികളാണെങ്കിലും നമുക്ക് ആ ടച്ചിങ്ങിലൂടെ ഒരു സ്നേഹം കൊടുക്കാം. പിന്നെ അതുപോലെ എല്ലാ കുട്ടികളും അവർ നല്ല സ്വഭാവത്തിന് ഉടമകളാണ്. പക്ഷെ ആ പാരന്റിങ് സ്റ്റൈലിൽ വ്യത്യാസം വരുമ്പോഴാണ് അവര് എന്തായി മാറുന്നത്, ഇത്തരം പ്രശ്നക്കാരായി മാറുന്നത്. അപ്പൊ നമ്മുടെ സംസാരം കൊണ്ട് തന്നെ അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇനി ഇത്തരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മക്കളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ബ്ലാക്ക് പൊസിഷൻ എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ ഒരു ബിഹേവിയറൽ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ മക്കൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഒരു ബിഹേവിയറൽ ഗോള് അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കണം, നമുക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കണം. അതിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് ഈ ടൂളുകൾ മാറി മാറി നമ്മൾ യൂസ് ചെയ്യണം. ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ പരിണിത ഫലം ശരിയല്ല എങ്കിൽ, അനുകൂലമല്ല എങ്കിൽ അടുത്ത ടൂൾ യൂസ് ചെയ്യണം. ഈ ടൂൾ ഇതാക്കില്ലെങ്കിൽ ഒരു ടൂൾ തന്നെ ഇട്ട് അപ്ലൈ ചെയ്ത് അതിനെ നശിപ്പിക്കുന്നതിനേക്കാളും ടൂൾ മാറ്റണം. അപ്പം അത്യാവശ്യം നല്ല പണി എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം നേടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മക്കളല്ലേ, അവൻ ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, അവന്റെ മനോതലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ മാനസിക അവസ്ഥകൾ, നമ്മുടെ കുഞ്ഞിന് അടിക്കാൻ കൈയോങ്ങുന്നില്ലേ ദേഷ്യം വരുമ്പോ? അപ്പൊ അവൻ എന്തുകൊണ്ട് നമ്മളെ അടിക്കാൻ കൈയോങ്ങിക്കൂടാ? അവനെന്താ, മനുഷ്യനല്ലേ, അവന് വികാരങ്ങളില്ലേ, അവന് ദേഷ്യമില്ലേ, അവന് സങ്കടം, നമ്മൾ സങ്കടം വരുമ്പോ കരയുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് സങ്കടം വരുമ്പോ കരഞ്ഞുകൂടാ? എന്റെ മോനായതുകൊണ്ട് അവന് സങ്കടം വരാൻ പാടില്ല, അവൻ കരയാൻ പാടില്ല, അവൻ ദേഷ്യപ്പെടാൻ പാടില്ല, അവനൊരു റോബോട്ട് പോലെ എങ്ങനെ പോണം? അങ്ങനെയാണോ? അതൊന്നുമല്ല. നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന കുട്ടികളാണ്, നമ്മൾ ജന്മം കൊടുത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ കുറെ മാനസിക തലങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞു പെരുമാറുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ
നമ്മൾ പല വാർത്തകളും കേട്ടതുപോലെ അങ്ങനെ ആവാതിരിക്കട്ടെ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു യൂട്യൂബൊക്കെ തുറന്നാൽ കംപ്ലീറ്റ് ആ വാർത്ത തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം അതൊക്കെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. കാരണം അത് കാണാനിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, അത് എന്തായാലും സംഭവിച്ചു പോയി. ഇനി നമ്മൾ ആ കുട്ടി MDMA ഉപയോഗിച്ചിട്ടാണോ, ആ കുഞ്ഞ് വെറുതെ ആണോ, ഇനി കടം കൂടിയിട്ടാണോ, ഇതൊക്കെ നമ്മൾ ഇനി ചികഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് തലമുറ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മളെന്നൊരു ടീച്ചറിന്, അല്ലെങ്കിൽ നമ്മളെന്നൊരു അമ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മളെന്നൊരു ട്രെയിനർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും? അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ പറയാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹലോ സ്വയം മാം. പരിചയപ്പെടുത്തി പോയാലും പറഞ്ഞോളൂ. ഹലോ. ഉം. ഓക്കെ മാം, ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു കുട്ടി ടോയ്ലറ്റിന്റെ കൂടുതൽ ടൈം അവിടെ ഇരിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടൊരു 2, 3, 4 ഓപ്ഷൻസ് കൊടുത്തു. ആ ഓപ്ഷൻസിൽ ആ കുട്ടി ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ആ കുട്ടി ആ ടൈമാണ് മാനേജ് ചെയ്ത് പോയതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവർക്ക് അങ്ങനെ ആ ഒരു ടൈം തന്നെ അവരെപ്പോഴും ഒരു 10 മിനിറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ നിർബന്ധരാവൂലേ? ആ ടൈമിൽ അവർക്ക് ആ ഒരു ഇപ്പൊ ബോവൽ ആക്ടിവിറ്റി അത് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഒരു ഡെയിലി അവർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ആ ഒരു ഇതില് ഇപ്പൊ നമ്മളൊരു ടൈം ലിമിറ്റ് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അപ്പൊ അവരിൽ അതിലോട്ട് ചുരുങ്ങാൻ വേണ്ടിയിട്ട് അവർ നോക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവര് ട്രോമറ്റൈസ്ഡ് ആവുകയും ചെയ്യില്ല. അത് പിന്നീട് അവർക്ക് അത് ആ ഒരു ബുദ്ധിമുട്ട് വരില്ലേ? ലൈക്ക് എന്റെ ഒരു ഡൗട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് കുഞ്ഞിന് കുളിക്കാൻ, പല്ല് തേക്കാൻ ഇത്ര സമയമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ബാത്റൂമിൽ പോകാൻ ഒരുപാട് സമയം വേണമെങ്കിൽ ഇത്ര സമയം കൂടി നമുക്ക് എടുക്കാം. അപ്പൊ അതിനാണ് 15, 25, 20 എന്നുള്ള ആ ഒരു ടൈം ബൗണ്ട് കൊടുത്തത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ പറയണം, അത് പറയണം, നമ്മൾ അത് പറഞ്ഞു തന്നെയാണ് കൊടുത്തത്. ഈ സമയത്തിനുള്ളിൽ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് മോശം ടൈറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് കുറെ സമയം അവിടെ നമുക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കേണ്ടി വരും. പക്ഷെ അനാവശ്യമായിട്ട് 1 മിനിറ്റ് പോലും നമ്മൾ അവിടെ ചെലവഴിക്കാതിരിക്കുക. പിന്നെ കുഞ്ഞുമക്കളൊക്കെ കയറിയാൽ അവർ സോപ്പിൽ ഇങ്ങനെ ഊതിക്കളിക്കരുത്. അതൊക്കെയാണ് പലരും ചെയ്യുന്നത്. അതിനകത്ത് രാവിലെ കയറിയിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല. ഇവര് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് കാരണങ്ങൾ ഇതൊക്കെയാണ്. സോപ്പിൽ കളിക്കാൻ. എന്റെ മോനെ സംബന്ധിച്ച് കുഞ്ഞു മോനാണ്. അവൻ ഇങ്ങനെ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കയറും. ആ സോപ്പ് തീരുന്നത് വരെ ആ സാധനം കഴുകും. കയറുമ്പോ ഒരു കുട്ട പത കാണും. അപ്പൊ ഇതൊക്കെയാണ് ഇവര് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത് ഇപ്പൊ കഴുകിയത്? അപ്പൊ കഴുകുമ്പോ പിന്നെ പറഞ്ഞു കൊടുക്കും, ഈ കഴുകുമ്പോ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് പിടിക്കുക, ഇങ്ങനെ തേക്കുക. ഇത് ഇങ്ങനെ എടുത്ത് ഇവ സോപ്പ് കംപ്ലീറ്റ് ഷൂവിലൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ചിട്ടാണ് കഴുകുന്നത്. നമ്മൾ അങ്ങനെ കഴുകണ്ട, കഴുകേണ്ടുന്ന രീതി പറഞ്ഞു കൊടുത്തു. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ അമിതമായിട്ട് ബാത്റൂമിൽ, അപ്പൊ ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വെച്ച് ചെരുപ്പ് കഴുകണ്ട, ചെരുപ്പ് പുറത്ത് പൈപ്പ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവച്ചിട്ട് കഴുകാതെ. അപ്പൊ ഒരുപാട് സമയം നമുക്ക് ബാത്റൂമിൽ ചെലവഴിക്കണ്ട. ബാത്റൂമിൽ മാക്സിമം നമ്മൾ സമയം കുറച്ച് ചെലവഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരാൾ പറഞ്ഞു അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് ബാത്റൂമിൽ കയറുമ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നത്. കാരണം അവിടെ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണല്ലോ, അവിടെ കുറെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പാടില്ല. നമുക്ക് ഐഡിയാസ് കിട്ടും, ഓക്കെ, പക്ഷെ ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ തീരുമാനം എടുക്കുകയും ഇത്തരത്തിലുള്ള ഇത് എടുക്കുന്നതും അവിടെ നിന്ന് ഒഴിവാകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. അതുപോലെ നമ്മൾ ചെരുപ്പ് ധരിച്ചു പോകാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് ഈ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് തന്നെ അണുക്കൾ, നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത പലതരത്തിലുള്ള അണുക്കൾ അവിടെ ഉണ്ട്. അത് കാലിൽ കൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ലാർവ, ഒരു വീട്ടിലെ എല്ലാവരും വിരയ്ക്കുള്ള ഗുളിക 6 മാസത്തിലൊരിക്കൽ കഴിക്കണമെന്നാണ്. അപ്പോ ഇത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വിരകള് ചത്തുപോകും. അതിന്റെ ലാർവ ഉള്ളിൽ കാണും. ഈ ലാർവ പൊട്ടി വിരിയുന്നത് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ടാണ് 15 ദിവസം കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മരുന്ന് കഴിക്കാൻ പറയുന്നത്. ഇത് 6 മാസത്തിലൊരിക്കോ 1 വർഷത്തിലൊരിക്കോ ഒരു വീട്ടിലുള്ള എല്ലാവരും കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ നമ്മുടെ നഖങ്ങളിലൂടെയും കാലിന്റെ നഖങ്ങളിലൂടെയും നമ്മുടെ തൊലിപ്പുറത്തൂടെയൊക്കെ ഈ ലാർവ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടും അവിടെ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കാതിരിക്കുന്നത് നമുക്ക് നല്ല ഗുണമേ ചെയ്യുള്ളൂ.
നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണോ കിട്ടിയത്, അതോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ, ചോദിക്കും. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോ ഒരു ആ ചൈൽഡിന്റെ ആ ചൈൽഡ്ഹുഡ് ആണല്ലോ അവര് പിന്നീട് ഒരു അഡൾട്ട്ഹുഡ് ആവുമ്പോൾ അഡോളസെന്റ് ആവുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിനെ നമ്മൾ എടുക്കുന്നത്. സോ ഇഫ് നമ്മളിപ്പോ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ തന്നെ ഇപ്പം ടോയ്ലറ്റ് ആ ഒരു ഇതിന് നമ്മൾ അവർക്ക് ടൈം മാനേജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, സപ്പോസ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഇപ്പൊ അവര് പേരൻസ്, ബിക്കോസ് പേരൻസിന് അറിയില്ല, ദേ വിൽ ബി അൺഎഡ്യൂക്കേറ്റഡ് ഫോർ ദാറ്റ് തിങ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ടൈം 10 minutes അവിടെ കൊടുത്തു, അതിനുശേഷം ലൈക്ക് പിന്നെയുള്ള കാര്യങ്ങൾ ഇപ്പൊ വേറെ കുറെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിൽ ഉണ്ടാവും. ഇപ്പൊ ടോയ്ലറ്റ് മാത്രമല്ല, ഫുഡ് ഇൻടേക്ക് ആണെങ്കിലും പല കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ ആ ടൈമിലൊക്കെ ഇപ്പൊ ഇവര് ഈ ടൈം റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരുമ്പോ ഇവര് ചൈൽഡ്ഹുഡിൽ ഭയങ്കര എന്താ പറയാ ഫ്രസ്ട്രേഷനും ഒരു ട്രൂമ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരില്ല. പിന്നീട് അവർക്ക് അത് ആൻസൈറ്റി വരില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് ടൈം 10 minutes കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ട് വേണം ആ സമയം തിരഞ്ഞെടുക്കേണ്ടത്. ആ സമയം തിരഞ്ഞെടുത്തതിന് ശേഷം ആ കുഞ്ഞിനോട് പറയാം. ഇപ്പൊ ടോയ്ലറ്റ് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ കഴിയുന്നവരുണ്ടാവും, ചിലപ്പോൾ കുറച്ച് സമയം ഇരുന്നിട്ടേ മോശം വരുന്നുള്ളൂ, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. അത് കുട്ടിയോട് പറഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യാം. ഇപ്പോ നമുക്ക് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് ഷേവിങ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷെ അതൊന്ന് ബാത്റൂമിൽ വെച്ച് ചെയ്യാതിരുന്ന അത്രയും നല്ലത്. അതിനൊക്കെ സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മള് ഇപ്പൊ വാഷ് ബേസിലൊക്കെ ചിലര് ഷേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വാഷ് ബേസിൽ ചെയ്തിട്ട് അത് വൃത്തിയാക്കി കളയാം. അതല്ല ബാത്റൂമിൽ ചെയ്യുന്നെങ്കിൽ തന്നെ നമ്മൾ ഈ ബാത്റൂമിന്റെ ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രഷ് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ പിന്നെ ഈ ബാത്റൂം എപ്പോഴും ഡ്രൈ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വൃത്തിയായി ഹൈജീനായിട്ട് എപ്പോഴും ഇടേണ്ട ഒരു സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത്. കാരണം അറിയാലോ. എന്താണ് ഹെന്ന എന്നൊരു നമ്പറിൽ സംസാരിക്കുന്നത്? ഇങ്ങോട്ടാണോ? അപ്പൊ ഈ കുഞ്ഞിനോട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാം, ഈ സമയം തിരഞ്ഞെടുത്തെങ്കിലും ചിലപ്പോൾ കുറച്ചധികം ഇരിക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സമയം കൂടെ ഇരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ആദ്യം അത് ശ്രദ്ധിക്കണം. അവിടെ ആണ് നമുക്ക് തെറ്റുപറ്റി പോകുന്നത്. നമ്മൾ ചിലപ്പോൾ കുഞ്ഞിന് ഇത്ര സമയത്തിനകത്ത് വരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ആകെ ഇതാവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് അനുകൂലമായിട്ടും കൂടി ഒരു ഇത് കൊടുക്കാം, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പറഞ്ഞത് ശരിയാണ്. ആ ടൈം ബൗണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് പോകുമ്പോ എന്തായാലും മുതിർന്ന വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം എടുക്കേണ്ടി വരുമല്ലോ. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ടോയ്ലറ്റ് കയറുന്ന സമയത്ത് കുറച്ച് ചിലർക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ കുറച്ച് സമയം കൂടി ഇരിക്കേണ്ടി വന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയി, എന്നാൽ കുറച്ച് സമയം കൂടെ നമുക്ക് അധികം എടുക്കാം. അതല്ലെങ്കിൽ ഇത്ര സമയത്തിനകത്ത് കാര്യം കഴിഞ്ഞ് ഇറങ്ങാം. അനാവശ്യമായിട്ട് 1 മിനിറ്റ് പോലും നമ്മൾ ബാത്റൂമിൽ ചെലവഴിക്കരുത്. ഇത് കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അവിടെ ടൈം ഫിക്സ് ചെയ്തെങ്കിലും കുഞ്ഞവിടെ അനാവശ്യമായിട്ട് ചെലവഴിക്കരുത് എന്നുള്ളൊരു മെസ്സേജും കിട്ടി. കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ളൊരു മെസ്സേജ് അവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാം, അല്ല എന്റെ ഒരു ഇതാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടൈം ബോർഡ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയി തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചെങ്കിൽ നരേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ്, ലൈക് പിക്ചറൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ എന്താണ് ടോയ്ലറ്റിൽ പോയി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആവും. ആൻഡ് സൈക്കോ എഡ്യൂക്കേഷൻ ടു ദ പേരൻസ് അതുമായിരിക്കാം ബെറ്റർ. കാരണം ഞാൻ ടൈം ബൗണ്ട് കിട്ടുമ്പോൾ, ബിക്കോസ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോ ചൈൽഡ് കേസസ് കാണുന്ന സമയത്ത് ലൈക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മളിങ്ങനെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ടൈംസും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് അവരെ പ്രിമോർബിഡ് പേഴ്സണാലിറ്റിയിൽ അവർ നല്ലത് എഫക്ട് ചെയ്യും. അത് അവർ അഡൾട്ട്ഹുഡിനെ നല്ലോണം എഫക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദെയർ ആൻസൈറ്റി അങ്ങനൊക്കെ കാരണം. സോ ഐ തിങ്ക് ബെറ്റർ ആയിട്ട് നമുക്ക് കുറച്ച് നറേഷൻ അല്ലെങ്കിൽ ലൈക്ക് അത് ഞാൻ എന്റെ ഒരു വേ പറഞ്ഞതാണ്, ലൈക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ലൈക്ക് വോട്ട് നമ്മളിപ്പോ ഒരു ബാത്റൂമിൽ എന്ത് ചെയ്യണം, അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഫുഡിന്റെ ഇത്ര ടൈം എടുക്കുന്ന, അല്ല ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ലൈക്ക് ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ട രീതികൾ, ലൈക്ക് അങ്ങനെ ഒരു സംഭവം ടൈം ബോർഡിനെക്കാളും ബെറ്റർ ആയിട്ട് അതാണെന്നാണ് അത് ഓരോ പ്രായത്തിനനുസരിച്ച്, അതെ ഓരോ പ്രായത്തിനനുസരിച്ചാണ് അത് കൊടുക്കേണ്ടത്. ഇപ്പൊ മാം പറയുന്നത് കുറച്ചുകൂടെ കൊച്ചുകുട്ടികൾക്കല്ലേ? നോ, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ബേസിക്കലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്.
സോ എനിക്ക് ഉം. ഈ ചൈൽഡ് ഇപ്പോ ലൈക്ക് കുറെ ചൈൽഡിന് കുറെ റെസ്ട്രിക്ഷൻ ടൈംസും ഇതൊക്കെ കൊടുത്തതിന് ശേഷം ലൈക്ക് അത് അവർക്ക് കുറച്ച് കഴിഞ്ഞ അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് എത്തുന്ന ടൈമില് അവരിൽ അത് ഭയങ്കര ഉം. ബുദ്ധിമുട്ടുകൾ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഉം. എല്ലാത്തിനും ഒരു പേരൻസ് ആണെങ്കിലും അപ്പൊ നമ്മൾ ചോദിച്ചാൽ അവർ പറയും നമുക്ക് കിട്ടിയ ഒരു ഇത് അങ്ങനെയായിരുന്നു, ലൈൻ അങ്ങനെയായിരുന്നു, ഇത്ര ടൈമിന്റെ ഉള്ളിൽ കുട്ടി ഇത് ചെയ്യണം, ഇത്ര ടൈമിന്റെ ഉള്ളിൽ. സോ അവരത് ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവർക്ക് ഉണ്ടാവും. സോ അവര് ചൈൽഡ്ഹുഡ് അവർ ആ. ഭയങ്കര ട്രോമ ആക്കി കൊണ്ടുവരികയാണ്. ആ ടൈമിൽ അവർക്ക് അത് അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോൾ ഫുള്ളി അവരത് ഭയങ്കര ആൻസൈറ്റി ആയിട്ട് വരും. ഉം. സോ ഈ റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരാതിരിക്കാനാണ് നമ്മൾ അവരെ കൊണ്ട് തന്നെ സമയം ചെലവഴിക്കുന്നത്. ഈ ഇപ്പൊ കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ള ടൈം ആയിരിക്കും എന്തായാലും അവര് തെരഞ്ഞെടുക്കുന്നത്. കാരണം കുളിക്കാൻ എത്ര സമയം വേണം, അപ്പൊ കുറച്ച് സമയം അധികം ആയിപ്പോയി, ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് കുറെ സമയം അവിടെ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ അത് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ഈ കറക്റ്റ് ഈ സമയം ഇപ്പൊ 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ ചെലവഴിക്കാവൂ എന്ന് പറയുന്നതിനോടൊപ്പം ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതും നമ്മളവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറെ വിവരണം അവിടെ നൽകേണ്ടതുണ്ട്. ഞാൻ ചെറിയ ചെറിയ ക്യാപ്സൂൾ രൂപത്തിൽ പോയിന്നേ ഉള്ളൂ. ഓക്കെ 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 താങ്ക് യു മാം. എന്ത് ചെയ്യാണ് ഇപ്പോ? ഷംല എന്നാണ് പേര്. ഷംല, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെയാണ്? ഞാനിപ്പോ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഒപ്പം എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, അതിലാണ് ചെയ്യുന്നത്. നമ്മുടെ വിമ്പിൾ അക്കാഡമിയിൽ ഉണ്ടോ? ഇല്ലില്ല, എനിക്കൊരു ലിങ്ക് എന്റെ ഫ്രണ്ട് അയച്ചതാണ്, അപ്പൊ ഇതിൽ ഞാൻ കയറിയതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അതിൽ ഉണ്ടാവും. എന്തായാലും മാം അതിൽ ജോയിൻ ചെയ്തോളി. ഓ ഷുവർ ഷുവർ. ഓക്കെ താങ്ക് യു. നമ്മുടെ ഇപ്പൊ ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്കുകൾ പറയുകയും നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷെ ആദ്യമേ തന്നെ നമ്മളത് പറയുന്ന സമയത്ത് എല്ലാം പറഞ്ഞു കൊടുക്കണം. എങ്ങാനും എന്തെങ്കിലും പറ്റിപ്പോയാൽ സമയം നമുക്ക് ഇത്ര സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ കാരണങ്ങൾ കൂടെ പറയണം. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള കുറച്ച് കാരണങ്ങൾ നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരില്ല. അപ്പൊ അത് പറയുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്തിന് എന്നുള്ളത് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്തിന് ചെയ്യരുത് അതും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നതും അവർ ചെയ്യാതിരിക്കുന്നത്. അതല്ല നീ ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞാൽ അവരത് ചെയ്തിട്ടേ അടങ്ങുള്ളൂ. ബാക്കി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടോ? എന്തായാലും ഷംല മാം താങ്ക് യു. ഓക്കെ ഓക്കെ താങ്ക് യു. അല്ല, എനിക്കൊരു തോന്നിയപ്പോ ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അത് കാരണം കുഴപ്പമില്ല. നമുക്കറിയില്ല. ഓക്കെ ഫൈൻ. അത് കാരണം നിങ്ങൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ആരോട് സംസാരിച്ചല്ലോ, പറഞ്ഞോളൂ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ആർക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? എല്ലാവരും ഹാപ്പി അല്ലേ? നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും ബുധനാഴ്ചയോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ മോർണിംഗ് നമ്മള് പകൽ ടൈമിലായിരിക്കും ഇനി ക്ലാസ്സുകൾ വരുന്നത്, അറിയാലോ. ഇനിയിപ്പോ നമ്മള് നോമ്പിന്റെ ടൈം ആയതുകൊണ്ട് പകൽ ടൈമിലായിരിക്കും കൂടുതലായിട്ട് ക്ലാസ്സുകൾ വരുന്നത്. നൈറ്റിൽ ബിസി ആയിരിക്കും. അപ്പോ നിങ്ങൾ ഗ്രൂപ്പുകളിൽ കണ്ട ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാ ഫ്രീ വെബിനാറുകളിലും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ നിറസാന്നിധ്യം അറിയിക്കുക. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഐഷാബി താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഐഷാബി ഒക്കെ ടൈപ്പ് ചെയ്യണ. ഐഷാബി സംസാരിക്കൂ. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സംസാരിക്കുമ്പോ ഈ ചെറിയ ചെറിയ ക്രൗഡിന്റെ മുന്നിൽ സംസാരിച്ച് വരുമ്പോ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി വരും. സുലേഹാബി നമ്മുടെ ഐഷാബി എനിക്ക് നല്ല. ജിഷ മാം താങ്ക് യു. ഓക്കെ ജിഷ മാം രണ്ടാമത്തെ തവണയാണ് അല്ലേ എന്റെ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ അതെ ഉണ്ടായിരുന്നു.
നല്ല ക്ലാസ് ആയിരുന്നു മാം. നല്ല പുതിയ താങ്ക് യു ഉൾക്കാഴ്ചകളൊക്കെ കിട്ടി. ജിഷ മാം എന്ത് ചെയ്യാ? ഞാനിപ്പം സൈക്കോളജി കഴിഞ്ഞ് ഏതോ ഗ്രൂപ്പിലുണ്ടല്ലേ, നമ്മുടെ വിമ്പിൾ അക്കാഡമിയുടെ ഗ്രൂപ്പിലുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഹലോ മാം, ഞാൻ കുറച്ച് വൈകി, അതാണ് ഞാൻ കേട്ടില്ല. കേറുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെ ഇഷ്യൂ റെക്കോർഡ് ആയിരുന്നു. റെക്കോർഡ് റെക്കോർഡ് നോക്കാം. കിട്ടും, സാറിനോട് ചോദിച്ചു. ഞാൻ റെക്കോർഡ് വരുന്നുണ്ടല്ലോ, അപ്പൊ കേൾക്കായതായാലും മിസ്സായിപ്പോയി. മോളല്ലെങ്കിൽ ഇടക്ക് പറയാറുണ്ട് മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാന്. മോള് പിന്നെ സ്കൂളില് ഇന്നാള് കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ. ഉണ്ടോ? പിന്നെ അവർക്ക് ഒരു മാഗസിന്റെ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ അവള് ക്യാമ്പ് അനുഭവങ്ങൾ എഴുതിയിരുന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ സാറിന് അയക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. ഞാൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആയിക്കോട്ടെ. അവള് ഒരെണ്ണം നേരിട്ട് അറ്റൻഡ് ചെയ്തത് കൊണ്ടായിരുന്നു അവിടെ മലപ്പുറം വന്നപ്പോ, കോഴിക്കോട് ഞങ്ങള് 2 days. അപ്പൊ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ തുടക്കത്തിലാക്കി. മോളെ പേരെന്തായിരുന്നു? മോളെ പേര് ലുത്ഫിയ. ലുത്ഫിയ. ഓക്കെ. ഏറ്റവും നല്ല ക്യാമ്പറായിട്ട് തെരഞ്ഞെടുത്ത ലുത്ഫിയ അല്ലായിരുന്നോ? ആണ് മാം. അപ്പൊ അവരെ സ്കൂളിൽ നിന്ന് ക്യാമ്പിന്റെ വല്ല ഫോട്ടോസും ഉണ്ടോ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മളപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളതില് അന്നത്തെ അതൊന്നും നോക്കി കണ്ടിട്ടുമില്ല. ഫോട്ടോ മറ്റേതിലൊന്നും കിട്ടില്ലായിരുന്നു. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരുപാട് കുട്ടികളായിട്ടൊക്കെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, പാരന്റ്സുമായിട്ട് പുതിയ കണക്ഷൻസ് ഒരുപാട് ഉണ്ടാക്കി. എന്താണ്? ഇല്ല, കുറെ ഇവിടെ പാരന്റ്സും കുറെ പേര് ചോദിച്ചു ക്യാമ്പ് എന്തൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അന്ന് അയച്ചപ്പോ ആരും അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ കുറെ പേർക്ക് ഷെയർ ചെയ്തിരുന്നു. ഒരാൾ കയറിയിരുന്നു അന്ന്, അവർക്ക് പകുതിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഇനി എപ്പോഴുള്ളത് അങ്ങനെ. ഇവിടെ പിന്നെ ഒരെണ്ണം നടന്നു ഇപ്പൊ ഒരാഴ്ച മുന്നേ കടമത്ത്, നമ്മുടെ ദ്വീപിൽ വെച്ചിട്ട്, ലക്ഷദ്വീപിൽ വെച്ചിട്ട്. വേറെ ആരോ നടത്തിയതായിരുന്നു 2 day ക്യാമ്പൊക്കെ. ഓൺലൈൻ അല്ല, ഓൺലൈനിലായിരുന്നെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾ നല്ല നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തു. അവരത് ശരിക്കും എൻജോയ് ചെയ്തെടുത്തു. അത് നല്ലൊരു ഇതായി. അതെ. ആയിക്കോട്ടെ മാം, താങ്ക് യു. മാം ഇവിടെ സുലേഹാബി. ദുബായിലല്ലേ? ആരാണ്? മാം എവിടെയാ? ശബ്ദം വളരെ കുറവാണല്ലോ, എനിക്ക് മാത്രമാണോ? അതെ. മാം ദുബായിലാണോ എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കുന്നില്ല മാം. കേക്കുന്നില്ലേ? മാം എവിടെന്നാ ചോദിക്കുന്നേ അവര്? സ്ഥലം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഇപ്പോ കുറച്ച് ഫേമസ് ആയി വരികയാണല്ലോ. ഒരു സമാധി, ഒരു കളക്ടർ, പിന്നെ ഇപ്പോ ഈ അടുത്ത് നടന്ന കൊലപാതകം എല്ലാം കൊണ്ടും. അപ്പോ നിങ്ങൾ എന്റെ നമ്പർ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ? മോള് എവിടെ പോയി? ലുത്ഫി ഇല്ല ഇവിടെ ഇന്ന്. ഇവിടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇന്ന് അവള്. ആണോ? ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടാണ്. ഫൗസാൻ ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടാണ്. നിങ്ങൾ അവിടെയാണോ? തിരുവനന്തപുരത്താണോ? അല്ല, ഇക്ക വർക്ക് ചെയ്യുന്ന അവിടെയാണ്. പിന്നെ നാത്തൂനെ കെട്ടിച്ചിരിക്കുന്നത് ഇക്ക ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരം സിറ്റിയിലാ. നമ്മള് സിറ്റിന്ന് കുറെ വരും. ഓക്കെ. നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ മതി, ചിലപ്പോ പുള്ളിക്ക് അറിയായിരിക്കും. അവിടെ നിന്നുള്ള ആരെങ്കിലും ഒക്കെ കാണും. നെടുമങ്ങാട് തുളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊന്മുടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൊന്മുടി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് നമ്മളെ വീട് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ആ റോഡ് പാസ് ചെയ്ത് പോകുന്നത് വഴി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം ഇങ്ങനെ ശ്രമിച്ചിരുന്നല്ലോ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ശുഭരാത്രി. ഓക്കെ, താങ്ക് യു.